പക്ഷെ ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം നിങ്ങളുടെ ലവ് സ്റ്റോറി. എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 8 വർഷമായി. 8 വർഷമോ? ഓ, എങ്ങനെ ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ? ഞാൻ പ്രപ്പോസ് ചെയ്തേ? കാരണം എനിക്ക് അവനക്കുണ്ടായിരുന്നു, പക്ഷെ ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ അഫ്കോഴ്സ് അവൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണേ? ആരംഭിക്കലാമാ. തക്കിട്ട തക്കിട്ട തക്കി തക്കിട്ട തക്കിട്ട തക്കി. കുണ്ട. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇവനായും കൊണ്ടാണ് ഇങ്ങനത്തെ BGM. പിന്നെന്താ പറഞ്ഞ 8 വർഷത്തെ പ്രണയെന്നോ? ഇതിന്റെ പേരാണ് പ്രണയം? എന്നാലും ഞാനതല്ല ആലോചിക്കണേ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ 8 വർഷമൊക്കെ ആയിട്ട് ഈ മൂലം എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ ഇട്ട് മർദ്ദിക്കണത്? ഇവന്റെയൊക്കെ മൂലത്തിന് കയ്യും കാലും ഉണ്ടെങ്കിൽ കണ്ടോ, എപ്പോഴേ ഇവന്റെയൊക്കെ മോന്തൊക്കെ 2 കൊടുത്തിട്ടേ അത് ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ മൂലത്തിന്റെ കരച്ചിൽ ഈ ലോകത്തിന് മൊത്തം കേൾക്കാം. ഈ 2 കുണ്ടന്മാരെ അടിയിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇതിന്റെയൊക്കെ പേര് പ്രണയം. ചിലക്കാതെ പൈക്കൊച്ചേ. എന്നാലും വരെ പ്രണയത്തിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ. എൻ്റെ കൂടെ നടന്ന ആളെയും ആ പെൺകുട്ടിനെയും അവളെ വീട്ടിൽ അവളെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ കൈയോടെ പിടിച്ചു. കൈയോടെ പിടിക്കുക മാത്രമല്ല, കൊടുത്തു. അവളെ മോന്തിക്ക് അടി കൊടുത്തു. ആ അടി കൊടുത്തതിന് അവൻ തന്ന സമ്മാനമാണ് ഇത്. 2 വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചതിന് അവൻ്റെ അടുത്ത് കിട്ടിയ സമ്മാനം. അവൾക്ക് വേണ്ടിയിട്ട് 1 മാസം മുമ്പ് പരിചയപ്പെട്ട അവൾക്ക് വേണ്ടിയിട്ട്. അതോടെ ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ പോയി. ഇനി ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഇല്ല. ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുമ്പോൾ ആരും ചോദിക്കുന്നത് അവൻ എവിടെ അവൻ ആൾ എൻ്റെ ലൈഫിൽ മറന്നുപോയി. ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അവൻ വരില്ല. ഇതാണ് ഇപ്പോൾ ഒരുത്തൻ്റെ പ്രണയം. ഇവൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലം ഇവൻ്റെ കൊലയും കണ്ട് ജീവിക്കണം എന്ന്. അത് കണ്ട് കണ്ട് പിരാന്തായപ്പോൾ മറ്റാളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി. അത് ഇവൻ കണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇവൻ എന്ത് കാട്ടി? ഇവൻ പിന്നെ നല്ല ഒന്നാന്തരം ആണാണല്ലോ. ഇവൻ നേരെ ചെന്നിട്ട് എല്ലാവരെയും ചവിട്ടിയാണ് കൂട്ടി. എന്നിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയ കാമുകൻ എന്തൊക്കെയാ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ആശയാണ് ഞാൻ സോഷ്യൽ മീഡിയ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല, എന്നിട്ടോളൊക്കെ തീർന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ശരിയാക്കാൻ ഞാൻ ചെയ്താണ്. ജാസി പറഞ്ഞല്ലോ ആശയിൽ പെണ്ണായിട്ട് കണ്ട് ഇനി റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ തല്ലി. എന്ത് റിലേഷൻഷിപ്പ്? 8 മാസമായിട്ട് നീ എന്താ ചെയ്യുന്നത്? 8 മാസമായിട്ടുള്ള നമ്മൾ നമ്മുടെ നിൻ്റെ നിൽക്കാൻ നിർത്തിയിട്ട്. ഓക്കെ, നീ വലിയ പറഞ്ഞില്ലേ 7 വർഷമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അത് ഒക്കെ. എനിക്ക് നാട്ടിൽ നീ ഉണ്ടാ, എൻ്റെ പാസ്പോർട്ട് നീ വാങ്ങി വെച്ചില്ലേ? എന്നെ എത്രതാ ഇവിടെയൊക്കെ പാടാണ് ഇതവിടെ. പിന്നെ നീ കുറേ ടാബ്ലറ്റ്സ് ചെയ്യുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരാട്ടി അടിക്കുമ്പോൾ നിന്റെ ഇവിടെയൊക്കെ ബ്ലൂ ആയത്. ഓക്കെ, നീ പറഞ്ഞല്ലോ സ്നേഹിച്ചിട്ട് ഞാൻ തല്ലിയതാണ് അങ്ങനെയാണെങ്കിൽ. എന്ത് സ്നേഹിച്ച്? എപ്പോഴും പ്രശ്നങ്ങളെന്നല്ലേ? ഇതാ ഇവരെ പ്രണയത്തിലെ കാമുകം പറയുന്ന കേട്ടില്ലേ? നീ 8 മാസമായിട്ട് എന്താ ചെയ്തിരുന്നെന്ന്? നിസ്സംശയം പറയാം, മൂലമർദ്ദനം. അല്ലാതെ എന്താ പനി കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുക? പിന്നെ ഈ ജാസി എന്ന് പറയണോനെ പണ്ട് മുതലേ കോൽക്കളിയിലൊക്കെ ഒന്നാമനാണ്. അത് ഓനെന്നെ തെളിയിച്ചതാ, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ആ 8 മാസം എന്താ കാട്ടിന്ന് അതന്നെ ഈ 8 വർഷമായിട്ടും കാട്ടണത്. അപ്പം അതിനെ പ്രണയത്തിനോട് ഉപമിക്കാൻ നിൽക്കണ്ട, അതിൻ്റെ പേര് വേറെയാണ്. പിന്നെ ജാസിൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ത്യാഗത്തിന് റെഡിയായി ആശി. എന്നിട്ട് ഓല് 2 ഒന്നിച്ചപ്പെടുത്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം നമുക്ക്. ഞാൻ നിന്നെ കൊണ്ടുപോവാണ്. കാനനച്ചോലയിൽ ആട് മേക്കാനല്ല, കനാലിൻ്റെ ഓട്ടിക്ക് അണ്ടി നോക്കാനൊക്കെ. അല്ലാതെ എന്താ അന്യം കൊണ്ടൊക്കെ പറ്റുക? ഒരു പൊട്ടനെ കണ്ടില്ലേ, അലാക്കിൻ്റെ ലുക്കും വെച്ചിട്ട് ആ കുണ്ടനെടുത്ത് പൊക്കണു. എന്തായാലും ആശയെ അധികം അങ്ങോട്ട് പൊക്കണ്ട, ഓൻ്റെ കൊലാൻ്റെ തലമ തട്ടും. ഹൈസ്, ഒരു ഉളുപ്പില്ലാത്ത കുണ്ടന്മാര്. എന്നിട്ട് പിന്നെ ആശി എന്ത് കരുതി? ഇനിയിപ്പോൾ ഒരു പെണ്ണൊക്കെ കെട്ടി ഒരു കുടുംബമൊക്കെ ആയി കുട്ടികളൊക്കെ ആയി പണിക്കൊക്കെ പോയി ജീവിക്കണതിന് പകരം ഈ കുണ്ടൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവനാണ്ട് ജീവിക്കാന്ന് കരുതി. ഇതാകുമ്പോൾ എന്താ അറിയോ, ഓനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികളും ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, തടി അളകൂല. പിന്നെ ഈ ചങ്ങായി വാങ്ങിക്കൊടുക്കണ കള്ളും കഞ്ചി അടിച്ചിട്ട് കിളി പോയി നടന്നാൽ പോരെ. എന്നിട്ടിപ്പോൾ 2 മണിമൂണ് വയ്ക്കാണ് മൂന്നാറിലേക്ക്. സാധാരണ ഒരു ദമ്പതികൾ പോകുകയാണെങ്കിൽ അത് ഹണിമൂണ്, പക്ഷെ അത് ഇവരായതുകൊണ്ട് മണിമൂണ്. എന്താ പറഞ്ഞേ? ആ അട്ടാന്ന് പറഞ്ഞല്ലേ? ഞാൻ കരുതി ജാസി സത്യം പറയാന്ന്. സ്വയമേ തിരിച്ചറിയൽ പരേഡ് നടത്തിയെന്ന് കരുതി. അത് കേട്ടിന്റെ കുഴപ്പാ, എന്നോടാണ് ക്ഷമിച്ചാളി. എന്തായാലും അട്ട അടിച്ചും കൊണ്ട് അവന്റെ ശരിക്കുള്ള ശബ്ദം പുറത്തു വന്നു. അല്ലെങ്കിൽ എങ്ങനെയാക്കരം സൗണ്ടൊക്കെ ഒന്ന് മാറ്റി കയ്യൊക്കെ ഒന്ന് മടക്കി പിടിച്ചിട്ട് അയ്യോ അട്ട അങ്ങനെ പറയുന്നരുതി. അഭിനയാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇജ്ജൊക്കെ എത്ര കാലം ഇങ്ങനെ പെണ്ണായിട്ട് അഭിനയിച്ച് നടക്കും? എൻ്റെയൊക്കെ കയ്യിലെ കാശ് ചിലവാകും എന്നല്ലാതെ പെണ്ണിൻ്റെ ആ നടപ്പും ആ ഭാവവും ആ സൗന്ദര്യമൊക്കെ അല്ലേ, അതൊക്കെ 100% കിട്ടണം എന്നുണ്ടെങ്കിൽ പെണ്ണായിട്ട് തന്നെ ജനിക്കണം. എന്നിട്ട് ഇജ്ജ് വേറെലോല് പെണ്ണായി മാറുന്നത് കണ്ടിട്ട് എൻ്റെ സാമാനം മുറിച്ചാന്നാ കണ്ടോ, അണ്ടി പോയ അണ്ണാൻ്റെ മാതിരി ഉണ്ടാവും. പിന്നെ വേറൊന്ന്, എന്നെ കുണ്ടാന്ന് വിളിക്കണതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? ഇജ്ജ് ഈ കാണിക്കണ കോപ്രായങ്ങളാണ്. അതിലൊരു ചെറിയൊരു കോപ്രായം ഞാൻ എനിക്ക് കാട്ടിത്തരാം. ചന്ദ്ര, ആ ഒരു കമന്റ്
നിങ്ങൾ ശരിക്കും ആണോ അതോ പെണ്ണോ? ചിലപ്പോൾ ആൺവേഷം, ചിലപ്പോൾ പെൺവേഷം. ഓഹോ. ശരിക്കും നിങ്ങൾ ആരാ? കുണ്ടൻ എന്നല്ലാതെ എന്താ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ വിളിച്ചാൻ പറ്റുക? നല്ല അസല് കുണ്ടന്റെമാരുണ്ട്. ഈ കോപ്രായങ്ങളൊക്കെ എത്ര കാലം വരെ കാട്ടും? അത്രയും കാലം വരെ ഈ കുണ്ടന്റെ വിളി കേട്ടുകൊണ്ടേയിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നടു റോട്ടിൽ കൂടെ തുണിയും പൊക്കി പിടിച്ച് പോണ ഒരു രംഗമുണ്ട്. അതൊന്ന് കാണണ്ടേനെ. എന്താ ഓൻ്റെ കോൺഫിഡൻറ്റ്? എവിടെയൊക്കെ ആവശ്യമില്ലാതെ കൊടുങ്കാറ്റടിക്കണു. ആ നേരത്ത് അവിടെ ഒരു കൊടുങ്കാറ്റടിച്ചിരുന്നെങ്കിൽ അവിടെ തീരും എൻ്റെ കോൺഫിഡൻറ്റ്. പിന്നെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതൊന്ന് പാറാൻ. എന്നാൽ പിന്നെ ഒരുപാട് പേരുടെ സംശയം കൊണ്ട് മാറി കിട്ടുമല്ലോ. എന്തായാലും അധികം കണ്ട് പൊക്കി പിടിക്കണ്ട. അണ്ണാരക്കണ്ണൻ എത്തി നോക്കും. അപ്പം തന്നെ വല്ല പെരുന്തും വന്നിട്ട് കൊത്തിയോണ്ട് കൊണ്ടുപോകും. അല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ മേത്ത് റാഞ്ചാണ്. ഇങ്ങനെയുണ്ടോ ഉളുപ്പില്ലാത്ത ജാതികളില്ലേ? ഇതൊന്നും പറഞ്ഞു നന്നാവില്ല എന്ന് നമ്മക്കറിയാം. അതുകൊണ്ട് എല്ലാം പാടത്തിൽ പറഞ്ഞു തീർക്കണില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.